സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി മഞ്ചേരിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങി. പാപ്പിനിപ്പാറ കോണിക്കലിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രോഹിത്തിന്റെ മൃതദേഹമാണ് രാത്രി ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. രാത്രിയിലെ പോസ്റ്റ്മോർട്ടം പാപ്പിനിപ്പാറ കോണിക്കലിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രോഹിത്തിന്റെ മൃതദേഹമാണ് രാത്രി ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജീവനക്കാരുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും കുറവ് കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പോസ്റ്റ്മോർട്ടം. വൈകിയെത്തുന്ന മൃതദേഹങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടത്താറ്. ഇത് ബന്ധുക്കൾക്കും മറ്റും വലിയ ബുദ്ധിമുട്ടിനിടയാക്കിയിരുന്നു. ഈ കാലതാമസം ഒഴിവാക്കാൻ മെഡിക്കൽ കോളേജുകളിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് രാത്രി പോസ്റ്റ്മോർട്ടം അടിയന്തരമായി തുടങ്ങാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ഉത്തരവ് നടപ്പാക്കാനാകില്ലെന്ന് മിക്ക മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ മാത്രമാണ് പരിമിതികൾക്കിടയിലും രാത്രി പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായത്. കൊലപാതകം, പീഡനത്തെ തുടർന്നുള്ള മരണം, വിഷബാധയേറ്റ് മരിച്ചവർ, സംശയാസ്പദമായ സാഹചര്യത്തിൽ കിട്ടുന്ന മൃതദേഹം എന്നിവ ഒഴിച്ചുള്ളവയാകും രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യുക. കൂടുതൽ ഡോക്ടർമാർ, മോർച്ചറി ടെക്നീഷ്യൻസ്, അറ്റൻഡർ, സുരക്ഷാ ജീവനക്കാർ എന്നിവരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകിയതായും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.